ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ നല്ല വെറൈറ്റി ആയിട്ടൊരു ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ? ബിരിയാണി ഇഷ്ടപ്പെടാത്തവർ ആരാണ് ഉണ്ടാകുക? അപ്പോൾ വെറൈറ്റിയും കൂടി ആയാലോ? തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം കൂർക്ക എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ വലിയ പീസാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് റൈസാണ്. നിങ്ങൾ ഏത് റൈസ് ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ വൈറ്റ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ 1/4 ഭാഗം വേവ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ കുട്ടികൾക്ക് രാവിലെ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ ഇതുപോലെ ഒന്ന് കുക്കാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാകും കേട്ടോ. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ? നമ്മൾ അതിനായിട്ടൊരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് ഓയിലായാലും കുഴപ്പമില്ല. നമ്മളിവിടെ ആട്ടി കൊടുക്കുന്ന വെളിച്ചെണ്ണ ആയതുകൊണ്ട് അതിനെ എടുത്തിട്ടുണ്ട്. അത് 2 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് 2 കഷ്ണം കറാമ്പട്ട, ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, ഒരു ചെറിയ കഷ്ണം ജാതിക്കയുടെ കഷ്ണം, അതുപോലെ തന്നെ ഒരു 4 ഗ്രാമ്പു, അതുപോലെ ഒരു 5 ഏലക്കായും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഏലക്കായ ഒന്ന് പൊട്ടി വരും കേട്ടോ. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടി 2 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചതച്ചെടുത്തത് കേട്ടോ. അതിൻ്റെ കളറിലൊരു മാറ്റം വന്നിട്ടുള്ളത് പച്ചമുളക് ഒന്ന് പഴുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ. മൂത്തിട്ട് നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വലിയ ഉള്ളിയാണ്. ഒരു വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. വലുതാണെങ്കിൽ 1 മതിയാകും, ചെറുതാണെങ്കിൽ 2 ഉള്ളി എടുത്തിട്ട് ഉപയോഗിക്കുക കേട്ടോ. അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുക. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ചട്ടുകം ചെറുതായിട്ടൊന്ന് മാറ്റുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ എനിക്ക് ഈ ഒരു ചട്ടുകാണ് എളുപ്പം, അതുകൊണ്ടാണ് ഈ ഒരു ചട്ടുക മാറ്റിയിട്ടുള്ളത് കേട്ടോ. നല്ല രീതിയിൽ ഉള്ളി വാടിയതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മളെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയുടെ ഒക്കെ സ്മെല്ല് ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് വാട്ടി ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്ന സമയമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിലേക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ തൈരിന് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1 തക്കാളി ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ എൻ്റെ തൈര് വലിയ പുളിയൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ നല്ല രീതിയിൽ ഒന്ന് അടച്ച് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് തക്കാളി നല്ല രീതിയിൽ ഒന്ന് ഉടഞ്ഞ് കിട്ടണം കേട്ടോ. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുക. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ കഴുകി എടുത്ത് വെച്ച കൂർക്കയാണ് കേട്ടോ. ആ കൂർക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. കൂർക്ക എടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് കുക്കാക്കി എടുക്കണം. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഉപ്പിൻ്റെ അളവൊക്കെ കുറവുണ്ടോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഈ സമയത്ത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനിയൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്കാക്കി എടുക്കുക. ഞാനിവിടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിലൊന്നും പിടിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് കൂർക്ക നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. ഇപ്പം ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കൂർക്ക ഒന്ന് ഉടച്ച് കൊടുക്കുമ്പോൾ കൂർക്കൊക്കെ 1/4 ഭാഗത്തോളം കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് ഒന്നും കൂടി ഇതിൻ്റെ വെള്ളം ഒന്നും കൂടി ഒന്ന് വലിഞ്ഞ് കിട്ടണം. അതിനായിട്ട് നമ്മൾ
ഒന്നും കൂടി അടച്ച് വെക്കണം കേട്ടോ. അതിൻ്റെ മുന്നേ കുറച്ചും കൂടി കാര്യം ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ തൈരും, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും, ഒരു പിടി മല്ലിച്ചപ്പ് പുതിനയിലയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ ഇനി തൈരിൻ്റെ വെള്ളം കുറച്ച് വലിയാനും അതുപോലെ അതിൻ്റെ വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വീണ്ടും ഒരു 2 മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ 2 മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളം നമുക്ക് ഇതിൽ അത്യാവശ്യമായിട്ട് വേണ്ടതുണ്ട്. അതിന് നമ്മൾ റൈസും ഒക്കെ ഒന്ന് ചെറുതായിട്ടും കൂടി ഒന്ന് കുക്കായി കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഒരു 1/4 ഭാഗം കുക്കാക്കി എടുത്ത് വെച്ച റൈസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ 1/4 ഭാഗമൊക്കെ കുക്കാക്കി എടുക്കുന്ന റൈസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ലഞ്ച് ബോക്സൊക്കെ മക്കൾക്ക് റെഡിയാക്കി കൊടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ബസ്മതി റൈസ് തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കഴിക്കണ ഏത് അരിയാണെങ്കിലും അത് ഇതുപോലെ നന്നായിട്ട് 1/4 ഭാഗം കുക്കാക്കിയിട്ട് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഫസ്റ്റ് ലെയർ മൊത്തം റൈസ് ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും മല്ലിച്ചപ്പും കൂടി അരിഞ്ഞതും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ ബാക്കിയുള്ള റൈസും കൂടി ചേർത്ത് കൊടുക്കട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഇതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലയും കൂടി അരിഞ്ഞതും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 200 ഗ്രാം കൂർക്കക്ക് 500 ഗ്രാം അരിയാണ് കേട്ടോ. ആ ഒരു അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു 15 മിനിറ്റ് നന്നായിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. നോക്കുമ്പോൾ തന്നെ അടിപൊളി സ്മെല്ലാട്ട് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വട്ടമെങ്കിലും കൂർക്കൊക്കെ ഇഷ്ടമുള്ളവർ ഉണ്ടാക്കി നോക്കണം ഈ ഒരു ബിരിയാണി. നമ്മൾ വെജ് ബിരിയാണി അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി ഒക്കെ കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു വെറൈറ്റി ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതിനുശേഷം ഞാനിതാ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ എന്ത് രസമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നിങ്ങളുടെ കൂടെ എന്നെയും കൂട്ടാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.